നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുകയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നീ ചെയ്യുന്ന കാര്യം നല്ലതാണ്, നീ പാടിയത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, നിന്റെ ഓരോ പ്രവൃത്തിയും പ്രോത്സാഹിക്കുമ്പോൾ നീ ഒരു താങ്ക് യു പോലും പറയാൻ കൂട്ടാക്കാതിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ താങ്ക് യു പറയുന്നതിന് പകരം ഇത് നിങ്ങളെല്ലാം ചെയ്യുന്ന കാര്യമല്ലേ, ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ള മറുപടി ആയിരിക്കും പറയുന്നത്. ഒരു 22 വയസ്സായ ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലെ എല്ലാ കാര്യവും നോക്കി നടത്തുന്നുണ്ട്. അതിലൊരാൾ അവളോട് പറയുകയാണ്, നീ ചെയ്യുന്ന കാര്യമെല്ലാം നല്ല കാര്യമാണ്, ഈ ചെറുപ്രായത്തിൽ നിനക്ക് നിന്റെ വീട്ടുകാരെയൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടല്ലോ, നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കുട്ടി ഉടനെ പറയാണ്, ഇത് നിങ്ങളും ചെയ്യുന്ന കാര്യം തന്നെയല്ലേ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്തോളൂ എന്ന്. ഇതിലെ പെൺകുട്ടിയുടെ മറുപടിയാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാനും ചെയ്തത്, ഇതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. ഈ കുട്ടി സ്വയമേ സംശയിക്കപ്പെട്ടിരിക്കുകയാണ്. അവൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ലതാണെന്ന് പോലും അവൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ആ കുട്ടിയുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരാളുടെ അഭിനന്ദനം പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയമേ സ്നേഹിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ തരുന്ന അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ സ്വയമേ കുറ്റപ്പെടുത്തി ചെറുതാക്കിക്കൊണ്ടല്ല വിനയം മറ്റുള്ളവരെ നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ മൂല്യവും മറ്റുള്ളവരെ തെളിയിപ്പിക്കണമെന്നോ ഒരു കാര്യവും ഇല്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അഭിനന്ദിക്കാൻ വരുമ്പോൾ അത് ഒരു പുഞ്ചിരിയോടെ താങ്ക് യു എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ ശ്രമിക്കാം.